ഞാൻ എന്ന് പറയുന്നത് ബാലസംഘം തൊട്ട് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. പാർട്ടി ഗ്രാമത്തിലുള്ള ഒരാളാണ്. ഞങ്ങളങ്ങനെ ഒരാളുടെ നാടകത്തിന് വേണ്ടി നടികളായിട്ട് മാറാനുള്ളതല്ല. ഇത് ഞങ്ങളെ ജീവിതത്തിന് വേണ്ടിയിട്ട്, ഞങ്ങളെ ജോലിക്ക് വേണ്ടിയിട്ടിരിക്കുന്നതാണ് ഞങ്ങളിവിടെ. കൂടുതലായിട്ടും പറയുന്നത് ഞങ്ങളെ ഒരു സമരം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരം എന്ന് പറയുന്നത് പക്ഷെ ഒരിക്കലുമില്ല. ഇവിടെ സമരപ്പന്തലിലേക്ക് വരുന്ന എല്ലാ ആർക്കും ഈ സമരപ്പന്തലിലേക്ക് കടന്നു വരാം. ഒരാളെയും ഞങ്ങൾ വരണ്ടെന്ന് പറയില്ല. അതൊന്നും ഒരിക്കലും ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് വരുന്നതോ ഒന്നുമല്ല. പിന്നെ ഞങ്ങളെ ഇവിടെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ മഴയത്തും വെയിലത്തും കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരെ കുറേ ആൾക്കാർ അത്രയും മോശമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ നാടകത്തിലത്തെ നടിമാരാണെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ എന്ന് പറയുന്നത് ബാലസംഘം തൊട്ട് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. പാർട്ടി ഗ്രാമത്തിലുള്ള ഒരാളാണ്. ഞങ്ങളങ്ങനെ ഒരാളുടെ നാടകത്തിന് വേണ്ടി നടികളായിട്ട് മാറാനുള്ളതല്ല. ഇത് ഞങ്ങളെ ജീവിതത്തിന് വേണ്ടിയിട്ട്, ഞങ്ങളെ ജോലിക്ക് വേണ്ടിയിട്ടിരിക്കുന്നതാണ് ഞങ്ങളിവിടെ. ആരാണ് ഈ നാടകത്തിലെ നടികളാണെന്ന് ഏത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കമന്റ് വരുന്നത്? 2 ദിവസം മുന്നേ ചെന്നിത്തല സാർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടത്തേക്ക്, ഞങ്ങളെ സമരപ്പന്തലിലേക്ക്. അപ്പോൾ തലേന്ന് രാത്രി ഒരു കുട്ടി കുഴഞ്ഞു വീണിട്ട് അഡ്മിറ്റായിരുന്നു. 2:30 മണിയൊക്കെ ആകുമ്പോൾ രാത്രിക്കാണ് ഞങ്ങൾ ആ കുട്ടീനെ റൂമിലേക്ക് ഒന്ന് കൊണ്ടുപോയത്. ആ കുട്ടി രാവിലെ എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നു. ചെന്നിത്തല സാറ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാവിലെ ഇങ്ങോട്ട് വന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും മര്യാദക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ കുട്ടി പെട്ടെന്ന് സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലചുറ്റി വീണു. അതിനെയാണ് നാടകം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിലായാലും എല്ലാത്തിലും ഇങ്ങനെ കമന്റുകളും ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള അധിക്ഷേപ കമന്റുകൾ വരുന്നുണ്ടോ? നമുക്ക് പറയാം, മീഡിയന്റെ മുന്നിൽ തുറന്നു പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഇഷ്ടംപോലെ മോശം കമന്റുകൾ പറയുന്നുണ്ട്. അവരെ വീട്ടിലും അമ്മയും പെങ്ങന്മാരൊക്കെ ഉള്ളതാണ്. അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവസ്ഥ ഒന്ന് അവരെ മനസ്സിലാക്കണമെന്നേ പറയാനുള്ളൂ.